ഈ റൗണ്ടിലെ ഈ സ്റ്റേജിൽ എല്ലാ പെർഫോമൻസും കഴിഞ്ഞു. ശരത് സർ. നന്നായിരുന്നു മോനെ. കുറെ കഷ്ടപ്പെട്ടേക്കുന്നല്ലേ നിതിൻ? കുറച്ച് എന്താ കുറച്ച് കൂടുതൽ കഷ്ടപ്പെടാത്തത്? വലിയൊരു എന്താ മോനെ അത് എരിവേനല്ലോ ഫസ്റ്റ്. എനിവേ അത് അടുത്ത ലൈനൊക്കെ ശ്രുതി ഓർമ്മയില്ലേ? ശ്രുതിയുടെ കാര്യം ഓർമ്മയില്ലേ? ഒൻട്ര രണ്ടാസകൾ എന്നുള്ള പാട്ട് ആ ലോ രജിസ്റ്റർ എന്നുള്ളത് മോന് കിട്ടുന്നില്ല. അടുത്ത എന്താണ് വരും വഴിയിൽ ഇളയനിലയുടെ ചരണം. അതിലൊക്കെ മോന് ശ്രുതി ലിറിക്കൊക്കെ അങ്ങ് പോയി എന്താണ്ടൊക്കെ വിളിച്ചു പറയായിരുന്നു. നിങ്ങളെന്ത് ചെയ്തു പോ ലിറിക്സ് ഒക്കെ നോക്കി പഠിക്കാത്ത? പിന്നെ ഇളയ പാടി നിർത്തിയിട്ട് ഇളയനില തുടക്കം തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു മോന്. പിന്നെ രക്ക കെട്ടി അയ്യോ ദിത്തിത്തം അതിങ്ങനെ കിടക്കാണ്. മാധവമാസം മാതളപ്പൂമൊട്ടിൻ അതാണ് കേട്ടോ. മോ വേറെ എന്തുവാ പാടിയത്? മനസ്സിലായോ? ഞാൻ പാടി വേറെയാണ് സാർ പാടിയത്. എന്താണാവോ? ശരിക്കും റെക്കോർഡ് കിട്ടിയില്ല അതിന്റെ ആ പാട്ടില്. അപ്പൊ എന്ത് പറ്റി? അപ്പൊ അതില് വേറൊരു സംഗതി പോലൊരു സാധനം ഇട്ടതാണ്. നന്നായി കേട്ടോ. അതിന്റെ വികാരം മുഴുവൻ നഷ്ടമായി. പിന്നെ താളമൊക്കെ കുറച്ച് അവിടെ ഇവിടെ അവസാനം പിന്നെ ഒരു തരികിട നിർത്തായിരുന്നു. ബാക്കി ചേച്ചി പറയാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കടിച്ച് കീറും ഇപ്പൊ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. ചേച്ചി ഇതിന് കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു ഇതെല്ലാം പഠിച്ചെടുക്കാൻ എന്നുള്ളത് മനസ്സിലായി. ഹാർഡ് വർക്കിന് തീർച്ചയായിട്ടും അപ്രീസിയേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എഴുതിയ കാര്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറയാം. അതായത് കുറെ സ്ഥലത്ത് പിച്ചിങ് പോയിട്ടുണ്ട്. ഇപ്പൊ ശരത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എവിടേക്ക് പോയി എന്നുള്ള സ്ഥലം. ഈ താഴേക്ക് പാടുന്ന നോട്ട്സ് നല്ലോണം ക്ലാരിറ്റി കുറവാണ്. അപ്പൊ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പം ലോ നോട്ട്സ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കുറച്ച് ശ്വാസം മുട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് 1-2 വാക്കൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. 2 പാട്ടിന്റെ ഇടയ്ക്ക് വാക്ക് ചെറുതായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട്. മറന്നുപോയതാണോ അതോ ശ്വാസം കിട്ടാഞ്ഞിട്ട് മുറിച്ചതാണോ? ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ 1-2 സംഗതികൾക്ക് കുറച്ച് കൂടുതൽ ക്ലാരിറ്റി വേണം തോന്നിയിരുന്നു. അത് ഈ അഴകിയ പൂക്കൾ വരുന്ന അതായത് പാട്ടാണ്. അതിനകത്ത് വഴിയേന്നൊരു പോർഷൻ ഇല്ലേ, അവിടെ എന്തോ ഒന്നും പാടിയായിരുന്നല്ലോ. ആ 2 സ്ഥലത്ത് 2 സംഗതികൾക്ക് ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം വിരിയുന്ന എനിക്ക് ആ മാധവമാസത്തിൽ അത് കുറച്ച് സ്പീഡ് കൂടിപ്പോയത് കൊണ്ടാണ് അതിന് ആ ഒരു ഭാവം കിട്ടാത്തതെന്ന് തോന്നി, ആ ഒരു പോർഷൻ മുഴുവൻ. പിന്നെ അവഞ്ഞത്തെ സ്വരം പാടിയപ്പോ താളം പോയിട്ടുണ്ടായിരുന്നു. വരാഹനദിക്കരയോരം കുറച്ച് ഷാർപ്പായി. അവസാനത്തെ നിന്നുകോരിയൊക്കെ പാടിയിട്ട് എനിക്ക് ആ താനമൊക്കെ പാടിയത് എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. നല്ല രസമാണ്. ചേച്ചി. ചേട്ടാ നല്ല അറ്റംപ്റ്റ്. കാരണം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത് പഴിപ്പിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ജനകോടികളുടെ മുമ്പിൽ ഇലയിട്ടു. എന്നിട്ട് എത്ര കൂട്ടം വിളമ്പി, എത്ര പാട്ട് പാടി? 5-6 പാട്ട് പാടി. ഓർമ്മയില്ല എത്ര പാട്ട് പാടിയെന്ന്. എത്ര നമ്പേഴ്സാണ് പാടിയത്? 6 പാട്ട്. 6 കൂട്ടാൻ വിളമ്പി അല്ലേ? 6 ഉള്ളോ? 6 ഉള്ളൂ സാർ. 6 ഉള്ളൂ. അതിൽ 2 കൂട്ടാനേ കൊള്ളായിരുന്നുള്ളൂ. ബാക്കിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ല. അതായത് നിന്നുക്കോരി അത് പാടി നന്നായിരുന്നു. അവസാനം ആ ജതി ഒക്കെ പറഞ്ഞത് നന്നായിരുന്നു. ബാക്കിയെല്ലാം വലിയ ടേസ്റ്റ് ഇല്ല. അത് കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊരു ആവറേജ് ആയിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ടെൻഷനായോ? ടെൻഷനാണല്ലോ. ടെൻഷൻ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. ടെൻഷൻ അതൊക്കെ എന്താ പറയാ, ടെൻഷൻ ഉള്ളത് നല്ലതാണ്. അപ്പൊ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നല്ല സോങ് സെലക്ഷൻ നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കുറെ പാട്ടുകൾ എന്റെ ഫേവറേറ്റ് സോങ്സ് ഉണ്ടായിരുന്നു, തമിഴ് കുറെ സോങ്സ്. സോ ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ വേണ്ട. താങ്ക് യു ജഡ്ജസ്. മാർക്സ് ഔട്ട് ഓഫ് 30 ചിത്ര ചേച്ചി. എനിക്ക് ഇംഗ്ലീഷിലൊരു റാപ്പ് ചെയ്തില്ല, എനിക്കത് വളരെ ഇഷ്ടമായി കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. രാകേഷ് ചേട്ടനാണ് എനിക്കത് കറക്റ്റ് ചെയ്ത് തന്നത്. ആരാണ്? രാകേഷ്. ഓ ശരി ശരി. രാകേഷിനൊരു താങ്ക്സ് പറഞ്ഞോളൂ. ഇതിൽ കൂടെ ഞങ്ങളുടെ വക 25 മാർക്സ്. 25. Sharat sir? Nitin, 24 marks. Thank you. 24. Shreyata? 25. 25. And Kaveri out of 10. 8.
8 on 10, 74 plus 8, 82. 82 മാർക്സ് ആണ് നിതിന്റെ ഈ മാജിക് മിക്സ് റൗണ്ടിലെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. എല്ലാവരും ഇതിന് പ്രാർത്ഥിക്കണം. SMS അയക്കണം. SMS അയക്കേണ്ട ഫോർമാറ്റ് ഐസ് സ്പേസ് നിതിൻ